നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി നടൻ ആസിഫ് അലി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ തങ്ങളുടെ അനുഭവങ്ങൾ മൊഴിയായി നൽകിയവരെ ബഹുമാനിക്കുന്നുവെന്ന് പറഞ്ഞ ആസിഫ് അലി അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അറിയിച്ചു. റിപ്പോർട്ട് വായിക്കാതെ കൂടുതൽ പറയാനില്ല. സിനിമാ രംഗത്ത് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തണം. മൊഴി നൽകിയവർക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും ആസിഫ് അലി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഇതിനെക്കുറിച്ച് പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പ്രതികരിക്കുന്നത്. കാരണം 15 അംഗ പവർ ടീമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതെല്ലാം തന്നെ ആരോപണങ്ങളായി മാത്രം ഒതുങ്ങും. എന്നാൽ പീഡന പരാതികളിൽ അന്വേഷണം വന്നാൽ പല പ്രമുഖരും കുടുങ്ങുമെന്ന് അമ്മയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ പ്രതികരണത്തിൽ മിതത്വം കൊണ്ടുവരുന്നത്. 51 പേരാണ് മൊഴി നൽകിയത്. ഇതിൽ ആരെല്ലാം പീഡനാരോപണം ഉന്നയിച്ചുവെന്നത് ഇനിയും പുറത്തു വന്നിട്ടില്ല. മൊഴികൾ പൂർണ്ണ രൂപത്തിൽ പുറത്തു വരില്ല എന്ന വിശ്വാസം വിവിധ സിനിമാ സംഘടനകൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമ്മയും ഫെഫ്കയും അടക്കം ആത്മവിശ്വാസത്തോടെ നിലപാടുകൾ എടുക്കുന്നത്. അതേസമയം രാത്രിയിൽ വാതിലിൽ മുട്ടുന്ന നടന്മാരെ കുറിച്ചുള്ള പരാമർശം ചർച്ചയാകുമ്പോൾ നടൻ മുകേഷിനെതിരെയും വിമർശന ശരങ്ങൾ ഉയരുകയാണ്. മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി വനിതാ സംവിധായികയാണ് കഴിഞ്ഞയിടെ രംഗത്ത് വന്നത്. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയത് എന്ന് ടെസ പറയുന്നു. അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് അബ്രമിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു തന്ന് തന്നെ രക്ഷിക്കുകയായിരുന്നുവെന്നും കൊൽക്കത്ത സ്വദേശിയായ ടെസ പറഞ്ഞിരുന്നു. ദേശീയ തലത്തിൽ പല പ്രമുഖർക്കെതിരെയും മീ ടു ക്യാമ്പയിനിൽ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തിയെന്നതിനിടെയാണ് മുകേഷിനെതിരായ ആരോപണങ്ങളും രംഗത്ത് വന്നത്. ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉയർന്നു വരുന്ന പല ആരോപണങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും പല വമ്പന്മാരിലേക്കും വില ചൂണ്ടുകയാണ്.